അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 137. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അയഹ്സബു അല്ലം യറഹു അഹദ്. സ്വദഖല്ലാഹു മൗലാനൽ അദീം. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ വിമർശിക്കുകയും ഹബീബിനെ എതിർക്കാൻ വേണ്ടി പണം ചെലവഴിക്കുകയുമൊക്കെ ചെയ്യുന്നവരെ ആക്ഷേപിക്കുന്ന വചനങ്ങളാണ് തൊട്ടുമുമ്പിൽ വന്നിട്ടുള്ളത്. അയഹ്സബു അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. ഇപ്പഹയൻ അറിയില്ലേ, ഇപ്പഹയന്മാർക്കറിയില്ലേ, അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്. അയഹ്സബു, ഇവർ വിചാരിക്കുന്നുണ്ടോ, അല്ലൻ യഖ്ദിറ അലൈഹി അഹദ്, ഇവൻ്റെ മേൽ ഒരാൾക്കും ആവതാകുകയില്ലെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇവനെ പിടിച്ചു കെട്ടാൻ ഒരാൾക്കും കഴിയില്ല എന്ന് കരുതിയോ? എങ്കിൽ തെറ്റുപറ്റി, അള്ളാഹുവിന് സാധിക്കും. യഖൂലു അഹ്ലക്തു മാലൽ ലുബദ. ഇവൻ മുത്തുനബിയെ എതിർക്കാൻ വേണ്ടി ധാരാളം പണമെറിഞ്ഞ് അഹങ്കരിക്കുന്നുണ്ടെങ്കിൽ ഒരു നാൾ ഇവൻ പറയാൻ പോകുന്നുണ്ട്, അഹ്ലക്തു മാലൽ ലുബദ, ഞാൻ എത്ര പണമാണ് തുലച്ചു കളഞ്ഞത്. അതിൻ്റെ ബാക്കിയാണ് അയഹ്സബു അല്ലം യറഹു അഹദ്. ഇവൻ വിചാരിക്കുന്നുണ്ടോ ഇവനെ ആരും കാണുന്നില്ലെന്ന്, ഒരാളും ഇവൻ്റെ ഈ ചെയ്തികളൊന്നും കാണുന്നില്ലെന്ന്? തീർച്ചയായും അള്ളാഹു കാണുന്നുണ്ട്. അള്ളാഹുവിൻ്റെ ഹബീബിനോട് കളിച്ചവരെ ആരെയും അള്ളാഹു കാണാതെ പോയിട്ടില്ല. അവർക്ക് നൽകേണ്ടത് അള്ളാഹു കൃത്യമായി നൽകിയിട്ടുണ്ട്. മുമ്പ് സൂറത്തുൽ അലഖ് ചർച്ച ചെയ്തപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ എതിർക്കുകയും ദ്രോഹിക്കുകയും ചെയ്തിരുന്ന അബൂജഹലിനെ കുറിച്ച് പറഞ്ഞത് ഓർക്കുന്നുണ്ടാകും. അറഅയ്തല്ലദീ യൻഹാ അബ്ദൻ ഇദാ സ്വല്ലാ അറഅയ്ത ഇൻ കാന അലൽ ഹുദാ ഔ അമറ ബിത്തഖ്വാ എന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങുന്ന ഭാഗം അബൂജഹലിൻ്റെ പതനത്തെക്കുറിച്ച് അവിടെ പറഞ്ഞതാണ്. എൻ്റെ അടിമ നിസ്കരിക്കുമ്പം ആ അടിമയെ തടയാൻ വരുന്ന പഹയൻ അവൻ മനസ്സിലാക്കുന്നില്ലയോ, നബിയെ അവനെ തങ്ങൾ കണ്ടിട്ടില്ലയോ, എത്ര നീചനാണവൻ. എന്നിട്ട് അവൻ്റെ അന്ത്യത്തെക്കുറിച്ച് അള്ളാഹു അവസാനം അന്ത്യത്തെക്കുറിച്ച് പരാമർശിക്കുന്നതിൻ്റെ മുമ്പ് പറഞ്ഞ വാക്ക് അലം യഅലം ബി അന്നല്ലാഹ യറ. അബൂജഹലിനെ കുറിച്ച് പറഞ്ഞു, ഈ പഹയൻ അറിയില്ലേ, ബി അന്നല്ലാഹ യറ, അള്ളാഹു എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടെന്ന്. ഇതിനൊക്കെ ഒരു പ്രതികാര നടപടി അള്ളാഹുവിൽ നിന്നുണ്ടാകുമെന്ന് അവൻ മനസ്സിലാക്കിയിട്ടില്ലേ എന്ന് ചോദിച്ചു. ആ സംഭവം നമ്മൾ അവിടെ വിശദമായി പറഞ്ഞു. എന്നതുപോലെ സൂറത്തു യാസീനിൽ മുത്തുനബിയോട് അള്ളാഹു പറയുന്നു, ഫലാ യഹ്സുൻക ഖൗലുഹും, നബിയെ അവരുടെ വാക്കുകൾ തങ്ങളെ സങ്കടപ്പെടുത്തരുത്. അവർ തങ്ങളെപ്പറ്റി പറയുന്ന വാക്കുകൾ അങ്ങേക്ക് വലിയ ടെൻഷനാവരുത്. ഇന്നാ നഅലമു മാ യുസിറൂന വമാ യുഅ്ലിനൂൻ, അവർ രഹസ്യമായി പറയുന്നതും പരസ്യമായി പറയുന്നതും, അവർ പുറത്ത് പറയുന്നതും അവർ അടക്കം പറയുന്നതും നബിയെ നമ്മൾ അറിയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തങ്ങൾ ബേജാറാവേണ്ടതില്ല, നിയമ നടപടികൾ ഉണ്ടാകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളോട് കളിച്ചവരാരും രക്ഷപ്പെട്ടിട്ടില്ല. അബൂ ആമിർ ലഅനത്തുല്ലാഹി അലൈഹി, എത്ര മോശപ്പെട്ട മരണമാണ് അവനുണ്ടായത്. മദീനയിൽ ഖസ്റജ് ഗോത്രത്തിൻ്റെ തലവനായി അബ്ദുല്ലാഹിബിനു ഉബയ്യിബ്നു സുലൂലും, അതായത് മുനാഫിക്കീങ്ങളുടെ നേതാവാണിവൻ. എന്നതുപോലെ അബൂ ആമിറുബ്നു സൈഫിയുൽ ഖസ്റജിയും, രണ്ടുപേരും ഖസ്റജ് ഗോത്രത്തിൻ്റെ തലവന്മാരായി ഉണ്ടായിരുന്നു. സത്യത്തിൽ ഇവർക്ക് രണ്ടുപേർക്കും ഖസ്റജ് ഗോത്രത്തിൽ വലിയ അംഗീകാരമുള്ള ലീഡേഴ്സായിരുന്നു. അത്ര വലിയ അംഗീകാരമുണ്ടെങ്കിലും അവരൊന്നിനും പറ്റാത്ത വിധം വളരെ വഷളായി മരിക്കേണ്ടി വന്നത്
ജനങ്ങൾ എല്ലാവരും ജനങ്ങളാൽ വെറുത്തവരായി അവസാനിക്കേണ്ടി വന്നത് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് അസൂയ വെച്ചതിൻ്റെ പേരിലും ഹബീബിനെ ദ്രോഹിച്ചതിൻ്റെ പേരിലും ആണ്. നബി തങ്ങൾ മദീനയിലേക്ക് കടന്നു വന്നപ്പോൾ അബ്ദുല്ലാഹിബിൻ ഉബയ്യ് തൻ്റെ അധികാരം മുഹമ്മദിലൂടെ തനിക്ക് നഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കി. എന്നാൽ തൻ്റെ ഖൗമ് ഖസറജ് മുഴുവനും ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാവുകയും ചെയ്തു എന്ന് മനസ്സിലാക്കിയപ്പോൾ ഇനി തൽക്കാലം ഇതിൽ നിൽക്കലല്ലാതെ മാർഗമില്ല. അങ്ങനെ ദഖല ഫിൽ ഇസ്ലാമി കാരിഹൻ മുസിറൻ അലാ നിഫാഖിൻ വളിഗൻ, അങ്ങേയറ്റത്തെ എതിർപ്പും അതുപോലെ തന്നെ കാപട്യവും ഉള്ളതോടൊപ്പം തന്നെ പരിശുദ്ധ ഇസ്ലാമിൽ അവൻ നിർബന്ധിതനായി കടക്കുകയായിരുന്നു. ഇസ്ലാമിനെ അങ്ങേയറ്റം വെറുത്തുകൊണ്ടാണ് ഇസ്ലാമിലേക്ക് കടന്നു വന്നത്. നിർബന്ധിതാവസ്ഥയിൽ ഇസ്ലാം സ്വീകരിച്ചതാണ്. അങ്ങനെ അവൻ എല്ലാവരാലും വെറുക്കപ്പെട്ടവനായി മാറുകയാണ് പിന്നീട് ചെയ്തത്. എന്നാൽ അബൂ ആമിർ ലഅനഹുല്ലാഹ് ഇവൻ ആരാണ്? സത്യത്തിൽ ഉഹുദ് യുദ്ധത്തിൽ, ഉഹുദ് സമരത്തിൽ മലായിക്കത്ത് കുളിപ്പിച്ച അബൂ ഹംവല റളിയല്ലാഹു അൻഹുവിൻ്റെ പിതാവാണ് ഈ അബൂ ആമിർ ലഅനത്തുല്ലാഹി അലൈഹി. ബഹുമാനപ്പെട്ട പണ്ഡിതന്മാർ ഇവനെ പരിചയപ്പെടുത്തുന്നിടത്ത് മകനെ പരിചയപ്പെടുത്തിയിട്ട് പറയുന്നുണ്ട്, ഫശത്താന ബൈനൽ വാലിദ് വൽ വലദ്, വാപ്പയും മകനും എന്തൊരന്തരമാണ്. മകൻ നല്ല മനുഷ്യനാണ്. ജാഹിലിയ കാലത്ത് തന്നെ പുരോഹിത വേഷം കെട്ടി പുരോഹിതനായി അറിയപ്പെട്ടു. പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അംഗീകരിക്കാൻ അവിടുത്തെ ഖൗമ് തയ്യാറായപ്പോൾ എല്ലാവരും ഒന്നടങ്കം ഇസ്ലാമിലേക്ക് വരാൻ തയ്യാറായപ്പോൾ ഇവൻ കുഫറിൽ തന്നെ ഉറച്ചു നിൽക്കുകയും 10 ചില്ലാനം ആളുകളെയുമായി മക്കയിലേക്ക് പുറപ്പെടുകയും ചെയ്തു. ഇസ്ലാമിനെ വെടിഞ്ഞ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ തങ്ങളെ വെടിഞ്ഞ് മുത്തുനബി പറഞ്ഞു, ലാ തഖൂലു റാഹിബ് വലാകിൻ ഖൂലുൽ ഫാസിഖ്, അവനെ നിങ്ങൾ ഇനി പുരോഹിതൻ എന്ന് വിളിക്കരുത്, അവൻ ദുർമാർഗിയാണ്, തമ്മാടിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് നബി തങ്ങൾ മദീനയിൽ വന്നപ്പോൾ അവൻ മക്കയിലേക്ക് പുറപ്പെടുന്നതിൻ്റെ മുമ്പ് തിരുനബിയുടെ മുമ്പിൽ വന്ന് നബിയും അവനും തമ്മിൽ നടന്ന ഒരു ചെറിയ സംഭാഷണമുണ്ട്. അബൂ ആമിർ വന്ന് നബിയോട് ചോദിച്ചു, മാ ഹാദ ദീനുല്ലദീ ജിഅ്ത ബി, നീ കൊണ്ടുവന്നിരിക്കുന്ന പുതിയ മതത്തിൻ്റെ അർത്ഥം എന്താണ്? ഇതെന്താണ് ഈ മതം? റസൂലുള്ളാഹി പറഞ്ഞു, ജിഅ്തു ബിൽ ഹനീഫിയ്യത്തി ദീനി ഇബ്രാഹിം. നിങ്ങൾക്കറിയില്ലേ, വേദത്തിൻ്റെ അഹ്ലുകാരായ ജൂതന്മാരായ നിങ്ങൾക്കറിയില്ലേ ഇതെന്താണ് സാധനം എന്ന്? ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ മതമായ സത്യദീനാണ്, ഹനീഫിയത്തായ ദീനാണ് ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത്, സത്യമതം. അബൂ ആമിർ പറഞ്ഞു, ഫാന അലൈഹ, ആ മതത്തിലാണല്ലോ ഞാനുള്ളത്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, ഇന്നക ലസ്ത അലൈഹ, ഒരിക്കലും നീ ആ മതത്തിലല്ല ഉള്ളത്. അബൂ ആമിർ പറഞ്ഞു, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ബൽ അദ്ഖൽത യാ മുഹമ്മദു ഫിൽ ഹനീഫിയത്തി മാ ലൈസ മിൻഹാ, പക്ഷേ മുഹമ്മദേ, നീ ശുദ്ധമതത്തിൽ വെള്ളം ചേർത്തവനാണ്. നീ ശുദ്ധമതത്തിൽ വെള്ളം ചേർത്തവനാണ്. ഞാനാണ് യഥാർത്ഥ ഹനീഫിയത്തിലുള്ളത്. റസൂലുള്ള പറഞ്ഞു, മാ ഫഅൽതു, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ ഹനീഫിയായ മതത്തിൽ, ശുദ്ധമതത്തിൽ വെള്ളം ചേർക്കാൻ ഞാൻ വന്നിട്ടില്ല. വലാകിന്നി ജിഅ്തു ബിഹാ ബൈളാ നഖിയ, വിശുദ്ധമായ രൂപത്തിലാണ് ഞാൻ ആ മതത്തെ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ അബൂ ആമിർ ഉടനെ തന്നെ പറഞ്ഞു, അൽ കാദിബ്, നീ കള്ളനാണ്. അമാതഹുല്ലാഹു ത്വരീദൻ ഗരീബൻ വഹീദ, വിദേശിയായ അവസ്ഥയിൽ ഒറ്റപ്പെട്ടവനായി ആട്ടപ്പെട്ടവനായി അള്ളാഹു ഈ കള്ളനെ മരിപ്പിക്കട്ടെ എന്ന് റസൂലുള്ളാഹിനെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞപ്പോൾ അള്ളാഹുവിൻ്റെ റസൂൽ പറഞ്ഞു, അജൽ, അതെ, ഓക്കെ. ഫമൻ കദബ, ആരാ കള്ളം പറഞ്ഞത് എന്ന് അള്ളാഹ്ക്കറിയാലോ. ഫഫഅലല്ലാഹു ദാലിക ബി, അവനെ കൊണ്ട് അള്ളാഹു അങ്ങനെ ചെയ്യട്ടെ. അങ്ങനെ ഇവൻ അള്ളാഹുവിൻ്റെ ശത്രുവായി മക്കയിലേക്ക് പുറപ്പെട്ടു. റസൂലുള്ള മക്കം ഫത്ഹാക്കിയപ്പോൾ, ആദ്യം മദീനയിലാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ദീൻ പ്രചരിപ്പിച്ച് വളർന്നു വന്നത്. അന്ന് മക്കത്ത് പോയി താമസിച്ചു. പിന്നെ മക്കം ഫത്ഹാക്കിയപ്പോൾ ഹറജയിൽ അഹ്ലു ത്വായിഫ്, ത്വായിഫുകാരെല്ലാവരും മുസ്ലിമായപ്പോൾ ലഹിഖ ബിശ്ശാം, അവൻ ഷാമിലേക്ക് ഓടി. ഷാമിൽ പോയി. ഫമാത ബിഹാ ത്വരീദൻ ഗരീബൻ വഹീദ, ആരുമില്ലാതെ ഒറ്റപ്പെട്ടവനായി ആട്ടപ്പെട്ടവനായി വിദേശിയായി അവൻ അവിടെ കിടന്ന് മരിക്കേണ്ടി വന്നു. അള്ളാഹുവിൻ്റെ റസൂല് മക്കയിൽ നിന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ
മുസ്ലിമീ ഒരു കുഴിയിൽ വീണു. അത് അബൂ ആമിർ ഉണ്ടാക്കിയ കുഴിയാണ് മുസ്ലിമീങ്ങളെ വീഴ്ത്താൻ വേണ്ടി. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വീഴുമ്പോൾ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ആണ് റസൂലുള്ളാഹിന്റെ കൈ പിടിച്ചതിൽ നിന്ന് പൊക്കിയത്. ത്വൽഹത്ത് ഇബ്നു ഉബൈദില്ലയും കൂടിയാണ് പൊക്കിയത് എന്ന് ചരിത്രത്തിൽ കാണാം. ഈ ദുഷ്ടന് നബിതങ്ങളെ ഇങ്ങനെ ദ്രോഹിച്ചതിൻ്റെ പേരിൽ അള്ളാഹു കൊടുത്ത ശിക്ഷയാണ് കേട്ടത്. എന്നതുപോലെ അബ്ദുല്ലാഹിബിന് ഖമിഅ അവൻ കൊല്ലപ്പെട്ടത് അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുഖത്ത് പരിക്കേൽപ്പിച്ച് ചോരയൊലിപ്പിച്ചതിൻ്റെ പേരിലാണ്. ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ ആ രംഗം കണ്ടപ്പം വന്ന് വെള്ളമൊഴിച്ച് തിരുനബിയുടെ മുഖത്തുള്ള മുറിവുകൾ കഴുകിക്കൊടുത്തപ്പോൾ രക്തം വെള്ളമൊഴിച്ചപ്പം ഏറി വരികയാണ്, വർദ്ധിച്ചു വരികയാണ്. അത് കണ്ടപ്പം ഒരു പഴയ പായക്കഷ്ണം എടുത്ത് അത് കത്തിച്ച് അതുകൊണ്ട് വെണ്ണീരുണ്ടാക്കി ആ വെണ്ണീർ ഹബീബിൻ്റെ മുഖത്തെ മുറിവിലിട്ട് സുഖപ്പെടുത്തിയ ആളാണ്, രക്തം പിടിച്ചു നിർത്തിയ ആളായിരുന്നു ബഹുമാനപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു അൻഹ. നബിതങ്ങളെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മകൾ വല്ലാതെ വിഷമിക്കുകയുണ്ടായി. അള്ളാഹുവിൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ ഹബീബിൻ്റെ മുഖത്ത് നിന്ന് ഇങ്ങനെ ചോരയൊലിച്ചു കൊണ്ടിരിക്കുമ്പോഴാണ് സുബ്ഹാനല്ലാഹ് മാലിക് ഇബ്നു സിനാൻ, അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹുവിൻ്റെ ഉപ്പ മാലിക് ഇബ്നു സിനാൻ ഓടി വന്ന് റസൂലുള്ളാഹിയുടെ ശരീരത്തിൽ നിന്ന് ഒഴുകുന്ന ഈ ചോര വായ കൊണ്ട് അങ്ങനെ ഈമ്പിയെടുക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത്, മമ്മസ്സദമി ദമഹു ലം തുസിബുഹുന്നാർ. എൻ്റെ രക്തം ആരുടെ രക്തവുമായിട്ടാണോ മിക്സായിട്ടുള്ളത്, എൻ്റെ രക്തം ആരുടെ രക്തത്തോട് ചേർന്നിട്ടുണ്ടോ, പേടിക്കണ്ട, അവനെ നരകം തൊടില്ലെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. ഉത്ബത്ത് ഇബ്നു അബീ വഖാസ് അവനെ കൊല്ലുന്നത് എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു. കാരണം എന്താണ്? അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ മുമ്പല്ല് പൊട്ടിച്ചത് ഇപ്പഹയനായിരുന്നു. റസൂലുള്ളാഹിയെ എറിഞ്ഞ് മുമ്പല്ല് പൊട്ടിച്ചത്, താഴെ ചുണ്ടിന് പരിക്കേൽപ്പിച്ചത് ഇവനായിരുന്നു. ഇവൻ പറഞ്ഞു ഉത്ബത്ത് ഇബ്നു അബീ വഖാസിനെ പറ്റി സഅദ് ഇബ്നു അബീ വഖാസ് ജ്യേഷ്ഠാനുജന്മാരാണ്, പറഞ്ഞു, ഞാൻ ഈ ഉത്ബത്ത് ഇബ്നു അബീ വഖാസിനെ കൊല്ലാൻ കരുതിയതുപോലെ ആരെയും വധിക്കാൻ കരുതിയിട്ടില്ല. കാരണം അവൻ ഏറ്റവും ദുഷ്ടനായിരുന്നു. അവൻ ദുഷ്ടനാണെന്നതിന് എനിക്ക് ഒറ്റ തെളിവ് മതി. അള്ളാഹുവിൻ്റെ ഹബീബ് അവനെ പറ്റി പറഞ്ഞു, ഇസ്തദ്ദ ഗളബുല്ലാഹി അലാ മൻ ദമിയ വജ്ഹ റസൂലിഹി. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പൂമുഖം, അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പൂമുഖം ചോരയൊലിപ്പിച്ചത് ആരാണോ അവൻ്റെ മേൽ അള്ളാഹുവിൻ്റെ കോപം ശക്തമായിരിക്കുന്നു എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അപ്പോൾ ഇത്തരം പഹയന്മാരുടെ പതനത്തിലേക്കുള്ള സൂചനയാണ്, അവർക്കുള്ള വാണിംഗ് ആണ്. അയഹ്സബു അല്ലം യറഹു അഹദ്, ഇവനെ ആരും കാണുന്നില്ലെന്ന് കരുതിയോ? ഇനി ഇത് നബിതങ്ങളെ വിമർശിക്കുന്നിടത്തു മാത്രമല്ല, അനാവശ്യത്തിന് പണമെറിയുന്നവൻ, ദീനിനെതിരെ പണം എറിയുന്നവൻ, ഇവർക്കൊക്കെ ഇത് ബാധകമാണ്. തീർച്ചയായും അവരെ റബ്ബ് കാണാതിരിക്കില്ല. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് നല്ല വഴിക്ക് ആരോഗ്യവും പണവുമൊക്കെ ചെലവഴിക്കുന്നവരിൽ നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.